തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് നടക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. മാനസയുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. മാനസ, SIR-മായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വിഷയം എന്തായിരിക്കും? കാരണം ഈ SIR പ്രക്രിയ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട്, ഇന്ന് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് അവർ ആ യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും? തീർച്ചയായും മനു, ഈ യോഗങ്ങൾ ഇതിനു മുൻപും, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപും നടന്നിരുന്നു. അപ്പോഴൊക്കെയും തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെയും തന്നെ ആവശ്യപ്പെട്ടത് സമയം നീട്ടി നൽകണം എന്നതായിരുന്നു. ഈ കാര്യങ്ങൾ പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമയം നീട്ടി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2 പ്രാവശ്യമാണ് അല്ലെങ്കിൽ 2 തവണയായാണ് സമയം നീട്ടി നൽകിയത്. അതിനുശേഷം രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടികൾ പറഞ്ഞത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ഇതിനായി, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ഈ പരിപാടികളിൽ അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായി സഹകരിക്കാനുള്ള സമയക്കുറവും പരിമിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നീട്ടിവെക്കണം അല്ലെങ്കിൽ സമയം നീട്ടി നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതൊക്കെയും തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള നീക്കവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏകദേശം 99.72% ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സാധാരണയായി അല്ലെങ്കിൽ മുന്നോട്ട് ഈ നടപടിക്രമങ്ങളൊക്കെയും തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ 24 ലക്ഷത്തിൽ പരം ആളുകളുടെ ഫോമുകൾ ഇനിയും ശേഖരിക്കാനുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി സഹകരണം അനിവാര്യമാണ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ എന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും ഇത്തരത്തിൽ സമയം നീട്ടി നൽകാനുള്ള കാര്യങ്ങളൊക്കെയും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ ഈ സംബന്ധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം വരെ എന്തൊക്കെ നടപടികളാണ്, ഏത് രീതിയിലാണ് ഈ SIR പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്, അതിൻ്റെയൊക്കെയും തന്നെ വിശദാംശങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കും. അതിനുശേഷം ഈ രാഷ്ട്രീയ നടപടിക്രമങ്ങളുടെ സുതാര്യത നമുക്ക് എത്ര കണ്ട് കണക്കിലെടുക്കാൻ കഴിയും മനസ്സ? ഒന്ന് നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്ന സമയമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിന്റെ വലിയ തിരക്കിൽ നിൽക്കുന്ന സമയം. അതിന്റെ കൂടെ തന്നെ SIR നടപടികൾ കൂടി വന്നതോടെ അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതാണ്. പലയിടങ്ങളിലും വലിയ പ്രശ്നങ്ങൾ BLOമാർ നേരിട്ട് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ എല്ലാം സുതാര്യമായിട്ടാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ എല്ലാം പക്കായായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? അപ്പോൾ ആ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഈ യോഗത്തിൽ ഇന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കില്ലേ? തീർച്ചയായും ആ ഒരു കാര്യം തുടക്കം മുതലേ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ കാര്യത്തിൽ എത്രത്തോളമാണ് സുതാര്യത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം സുതാര്യമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് വാദിക്കുമ്പോഴും അതിൽ സുതാര്യതയിൽ സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ നടപടിക്രമങ്ങളുമായി സംസ്ഥാനം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഇത് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടി അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം പാലിക്കാനുള്ള ഒരു സ്ഥിതി തന്നെയായിരുന്നു കേരളത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് കളക്ടർമാരും ഇതേ കാര്യങ്ങൾ തന്നെയാണ്, എന്താണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് തന്നെയാണ് കളക്ടർമാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത്. ഇത് സുതാര്യമായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ സുതാര്യതയില്ല. പല ആളുകൾക്കും ഇതിൽ ആശങ്കയുണ്ട്. മാത്രമല്ല BLOമാർ നേരിട്ട ആശങ്കകളും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും ഇത്തരത്തിൽ കഠിനമായ സമ്മർദ്ദം നൽകുന്നു. അതായത് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഫോം വിതരണം ചെയ്ത് അത് ശേഖരിക്കണം. അതിനിടയിൽ 3 തവണ വീട്ടിൽ പോകണം. ഈ പൂരിപ്പിക്കേണ്ട കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തനം തന്നെയായിരുന്നു ഈ SIR-മായി ബന്ധപ്പെട്ടുണ്ടാക്കിയത് എന്നുള്ളത് കേരളം കണ്ടതാണ്. നമുക്കറിയാം, ഒരുപാട്
ഒരുപാട് അല്ലെങ്കിൽ ഈ BLOമാർ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ കാര്യങ്ങളൊക്കെയും തന്നെ ഈ ആശങ്കകളായി മുന്നോട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിലൊന്നും തന്നെ പ്രധാനമായും അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഒരു പ്രതിവിധി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒപ്പം ഓരോ ഘട്ടങ്ങളിലായി സമയം നീട്ടി നൽകുന്ന ഒരു രീതിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെയും തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ആശങ്കകൾ ഈ യോഗത്തിലും ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം സമയം നീട്ടി നൽകണമെന്ന കാര്യം, അഥവാ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമയം നീട്ടി നൽകണം എന്ന കാര്യം കൂടി യോഗത്തിൽ ഉന്നയിക്കും. മനു. ശരി മാനസ.